വെറും 1999 രൂപയ്ക്ക് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റിയ ഒരു മികച്ച സ്മാർട്ട് വാച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓൾട്ടിന്റെ OG Pro മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. കാണാൻ ഇത് ആപ്പിൾ വാച്ച് അൾട്രയെ പോലെ തന്നെയുണ്ട്. ഇത് ലോഞ്ച് ആയിട്ടില്ല. ബൈ ടുമാറോ ആഫ്റ്റർനൂൺ ആയിരിക്കും ഇത് ലോഞ്ച് ആകുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ടുള്ള ലിങ്കും ഡീറ്റെയിൽ എല്ലാം ഞാൻ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾട്ട് OG Pro കയ്യിൽ കെട്ടിക്കൊണ്ട് ഞാൻ അതിരാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ അല്ലെങ്കിൽ എസ്പെഷ്യലി സ്മാർട്ട് വാച്ചസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഏർലി മോർണിംഗ് നടക്കുന്ന ആളുകൾക്കെല്ലാം നമ്മുടെ ആക്ടിവിറ്റി നല്ലപോലെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് എത്ര കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട്, എത്ര സ്റ്റെപ്സ് നമ്മൾ നടന്നു, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ടാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 4 കിലോമീറ്റർ എന്തായാലും നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 5000 സം ചേഞ്ച് സ്റ്റെപ്സ് ഡെയിലി ഞാൻ പിന്നെ നമ്മൾ മറ്റ് വാച്ച് കെട്ടുന്ന സമയത്ത് ആ ഒരു അപ്രോക്സിമേറ്റ് കൗണ്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്മാർട്ട് വാച്ചസ് കൊണ്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു വാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എക്സസൈസ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ എക്സസൈസ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ മറ്റൊരു സെക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വാച്ച് ചെയ്താലും നമ്മൾ കയ്യിൽ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബോക്സിന് മുന്നിലായിട്ട് ഓൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഈ ഒരു വാച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫീച്ചേഴ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ബോക്സ് ഇങ്ങനെ പിടിക്കുമ്പോൾ OG Pro എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ നീരജ് ചോപ്രയുടെ ഒരു ഇമേജും കൊടുത്തിട്ടുണ്ട്. പിറകിലായിട്ട് നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സൊക്കെ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ വില വരുന്നത് 12,999 ആണ്. നമുക്കിപ്പോൾ ഇത് 2000 രൂപയ്ക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ കണ്ണോടിച്ച് പോകാവുന്നേ ഉള്ളൂ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒട്ടനവധി മറ്റു ഫീച്ചേഴ്സും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂസർ മാനുവൽ, വാറണ്ടി ഇൻഫർമേഷൻ, അതുപോലെ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്. ചാർജിങ് കേബിൾ ഇതിൽ കിട്ടുന്നുണ്ട്. വെറും 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ വാച്ച് യൂസ് ചെയ്യാനുള്ള ചാർജ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾട്ട് OG Proയുടെ ഫസ്റ്റ് ലുക്ക് ഇതാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള റിപ്പിൾ സ്ട്രാപ്പോട് കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പാർട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പലർക്കും ഇത് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. നമ്മുടെ സൈസ് അനുസരിച്ച് ഈസി ആയിട്ട് ഇതേ രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാനും പറ്റും. ബക്കിൾ കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന്റെ ഡിസൈനിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ വളരെ തിൻ ബെസൽസ് ആണ് ഈ വാച്ചിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു ക്രൗൺ ഫംഗ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്യാനൊക്കെ ഈ ഒരു ക്രൗൺ ഫംഗ്ഷൻ നമ്മളെ വളരെയധികം സഹായിക്കും. കണ്ടില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് ആണ്. പിന്നെ ഇതിൽ നമുക്കൊരു ബിൽറ്റ് ഇൻ സ്പീക്കർ വരുന്നുണ്ട്, അതുപോലെ തന്നെ മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് സെൻസേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് കേട്ടോ ഈ ഒരു വാച്ച് വരുന്നത്. ബിൽഡ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വാച്ച് മോഡലാണിത്. ഈ റിപ്പിൾ ടൈപ്പ് സ്ട്രാപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബ്ലാക്ക്, ഓറഞ്ച്, അതുപോലെ എക്സൽ, ഈ 3 കളേഴ്സാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കിട്ടുക. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബ്ലാക്ക്, അതുപോലെ റെഡ് കളർ വേരിയൻറ്റിലാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു റിപ്പിൾ സ്ട്രാപ്പ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ട്രാപ്പോട് കൂടിയ കളർ ഓപ്ഷനിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ ബ്ലാക്കും അവൈലബിൾ ആണ്, റെഡും അവൈലബിൾ ആണ്. ഓൾട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് വളരെ എളുപ്പത്തിൽ പെയർ ചെയ്യാനായിട്ട് പറ്റും. ആഡ് ഡിവൈസ് എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡിവൈസ് ഇതേപോലെ ഫെച്ചായിട്ട് വരും. ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കണക്റ്റ് ആയിട്ട് കിട്ടും. ആപ്പിൽ നമുക്ക് വാച്ച് ഫേസസ് മാനേജ് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻസ് മാനേജ് ചെയ്യാം, അതുപോലെ അലാംസ്, ഷട്ടർ, പിന്നെ ഈ കാർഡ്, ഫേവറേറ്റ് കോൺടാക്ട്സ്, പിന്നെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ആക്ടിവിറ്റി ഒക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും. ഇത് ഞാനിപ്പോൾ മോർണിംഗ് വാക്കിന് പോയതാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് QR കോഡ് ഒന്ന് ആഡ് ചെയ്യാണ്. അതിനായിട്ട് ആപ്പിൽ നമുക്ക് ഈ കാർഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇവിടെ QR കോഡ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് QR കോഡ് എന്ന് ഇതിൽ ടാപ്പ് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡീറ്റെയിലും കാണാം. അതിനുശേഷം QR കോഡ് ഇതേപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു QR കോഡിന് വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഗൂഗിൾ പേ QR കോഡാണ്. അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ എന്ന് സെലക്ട് ചെയ്യുകയല്ല, ടൈപ്പ് ചെയ്തു. അതിനുശേഷം സേവ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഗൂഗിൾ പേയുടെ QR കോഡ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിവൈസിൽ. പിന്നെ നമുക്ക് ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇപ്പം ഞാനൊരു UPI ആപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആപ്പ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് സ്കാൻ ആയിട്ടുണ്ട്. സ്കാൻ ആയിട്ട് ഇതേപോലെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനൽ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ QR കോഡ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു QR കോഡ് ആരെങ്കിലും സ്കാൻ ചെയ്യുകയാണെങ്കിൽ നേരെ ടെലഗ്രാമിലേക്കായിരിക്കും ചെല്ലുന്നത്. ഇപ്പം നമുക്കിതൊന്ന് ഈസി ആയിട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പോപ്പപ്പായി വന്നിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് സ്കാൻ ചെയ്താൽ നമ്മുടെ ഓഫേഴ്സൊക്കെ അനൗൺസ് ചെയ്യുന്ന ആ ഒരു ചാനലിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിതിൽ മ്യൂസിക് പ്ലെയർ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ? അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും.
പിന്നെ പ്രീവിയസ് ട്രാക്ക് വേണമെങ്കിൽ അത് മൂവ് ചെയ്യാം. അപ്പോൾ അതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള കുറേ ഫംഗ്ഷൻസ് ആണ്. മ്യൂസിക് പ്ലെയർ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൽ ഈ ഒരു ക്യാമറ ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്മാർട്ട് ഫോണിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇപ്പോൾ നമ്മളിതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു. AI വോയിസ് അസിസ്റ്റൻറ്റ് ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കമാൻഡ്സ് കൊടുക്കാനായിട്ട് പറ്റും. പീരീഡ് ട്രാക്കർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എനേബിൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിത് വാച്ച് ഫേസസ് ഇതിലിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ വാച്ചിൽ ഇതേപോലെ ചേഞ്ച് ആകുന്നത് കാണാൻ പറ്റും. കണ്ടില്ലേ? വളരെ സ്മൂത്തായിട്ടുള്ള ഫങ്ഷനിങ് ആണ്. പിന്നെ ഈ കാണുന്ന വാച്ച് ഫേസസ് മാത്രമല്ല, താഴെ നമുക്കിതിൽ ഡിസ്കവർ മോർ എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും കുറേ വാച്ച് ഫേസസ് കാണാനായിട്ട് പറ്റും. ഈ ഒരു വാച്ച് ഫേസസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ ഒരു വാച്ച് വഴി നമ്മുടെ ഫോണിലുള്ള എല്ലാ ഓഡിയോ ഒക്കെ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അത് മ്യൂസിക് ആവട്ടെ, ഈവൻ ഒരു വാട്സപ്പ് വോയിസ് ആണെങ്കിൽ പോലും ഞാനൊന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വോയിസ് വാച്ച് വഴിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ഈ ഓഡിയോ പ്ലേ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ ഒരു വാച്ച് വാങ്ങിക്കുന്ന ആളുകൾക്കുള്ള അപ്ഡേറ്റ് ആണ്. ഈ ഫേവറേറ്റ് കോൺടാക്ട് എന്നുള്ള ബട്ടണിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ കോൺടാക്റ്റിൻ്റെ പെർമിഷനും കൊടുക്കണം. ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സും ഇതിൽ കാണാനായിട്ട് പറ്റും. നമ്പർ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കോൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ കോൺടാക്ട്സ് എന്ന് കാണാം, ഇത് ഓഫ് ആണ്, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. കോൺടാക്ട്സ് ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേവറേറ്റ് കോൺടാക്ട്സ് എന്ന് ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളിൽ ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഫോൺ കോൺടാക്ട്സിലേക്ക് പോയിട്ട് ഈ ഒരു നമ്പർ ഇതേപോലെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഫോൺ കോൾ ലിസ്റ്റിലേക്ക് ചെന്നു. നമുക്ക് വേണമെങ്കിൽ റീസെൻറ്റ് കോൾ ലിസ്റ്റിൽ നിന്നും നമ്പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഡയൽ പാഡ് ഉണ്ട്. ഡയൽ പാഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട്സിൽ ചെന്ന് കഴിഞ്ഞാൽ ആഡ് ചെയ്ത നമ്പർ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യാണ്. പറയേ, സ്കീം എന്ന് പറഞ്ഞാൽ റേറ്റ് അതേമാതിരി തന്നെയാണ്. പിന്നെ അഥവാ പിന്നെ ആരെങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റ് കൂടും. ആരെങ്കിലും വേറെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റ് കൂടും. അപ്പോൾ നമ്മൾ സാധാരണ ഫോണിൽ സംസാരിക്കുന്ന പോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. പിന്നെ സ്പീക്കറിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ? നല്ല ക്ലാരിറ്റിയിലാണ് ശബ്ദം. നമുക്ക് ഈ ഒരു വാച്ചിൽ ആക്ടിവിറ്റി ലോഗ് ഉണ്ട്, സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, പിന്നെ എക്സസൈസ് മോഡ് ഉണ്ട്, അതുപോലെ തന്നെ എക്സസൈസ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഉണ്ട്, SpO2 മെഷർമെൻറ്റ് ഉണ്ട്, എബൌട്ട് സെക്ഷൻ ഉണ്ട്, വെതർ റിപ്പോർട്ട് കാണാം. പിന്നെ ഫോൺ കോൾസ് എല്ലാം ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇതിൽ നിന്നാണ്. പിന്നെ മ്യൂസിക് പ്ലെയർ ഇതിൽ നിന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്യാമറ ഷട്ടർ ഉണ്ട്, പിന്നെ റിലാക്സ് മോഡ് ഉണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, പിന്നെ അലാം സെറ്റ് ചെയ്യാൻ പറ്റും, ടൈമർ ഉണ്ട്. പിന്നെ AI വോയിസ് അസിസ്റ്റൻറ്റ് അവൈലബിൾ ആണ്. ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഗെയിംസ് കളിക്കാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ കാൽക്കുലേറ്റർ ഉണ്ട്, പീരിയഡ് ട്രാക്കർ ഉണ്ട്, അതും നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നമുക്കിതിൽ ഫൈൻഡ് മൈ ഫോൺ ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെറ്റിങ്സ് ഇവിടുന്ന് ഇത്തരത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സെറ്റിങ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സ് കാണാനായിട്ട് പറ്റും, ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാൻ പറ്റും, ഓട്ടോ സ്ലീപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ ഞാൻ സെറ്റ് ചെയ്തത് അതാണ്, കാരണം ഇതിൽ ഓട്ടോ സ്ലീപ്പ് 5 സെക്കൻഡ്സ് ആയിരുന്നു. ഞാനത് മാറ്റിയിട്ട് ഇപ്പോൾ 30 സെക്കൻഡ്സ് ആക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതായി പോകും. ബ്രൈറ്റ്നസ് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്കിത് ബ്രൈറ്റ്നസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാം. പിന്നെ നമുക്കിതിൽ വാച്ച് ഫേസസ് ഉണ്ട്. വാച്ച് ഫേസ് നിന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിഷ്ടമുള്ള ഫേസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിതിൽ മെനു വ്യൂ മാറ്റിയിട്ട് ഗ്രിഡ് ആക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ലിസ്റ്റ് വ്യൂ ആക്കണമെങ്കിൽ അതുണ്ട്. പിന്നെ ഹണി കോംബ് എന്ന് പറഞ്ഞ് മറ്റൊരു മോഡുണ്ട്. സർഫേസ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ചിട്ടുള്ള മോഡ് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റൈസ് ടു വേക്ക് ഓപ്ഷൻ ഞാനിപ്പോൾ എനേബിൾ ചെയ്ത് വെച്ചതാണ്. അതായത് നമ്മളിപ്പോൾ വാച്ച് കയ്യിൽ കിട്ടുകയാണെങ്കിൽ വാച്ച് ഇതേപോലെ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ വാച്ച് വേക്കപ്പ് ആയിട്ട് വരും. ആ ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കാം. ഡിസേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. പിന്നെ റിംഗ് ആൻഡ് വൈബ്രേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു മോഡ് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാം. പിന്നെ ഫോൺ കോൾ മാനേജ് ചെയ്യാൻ പറ്റും. DND മോഡ് ഉണ്ട്. പിന്നെ മീഡിയ ഓഡിയോ വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം. പിന്നെ ലോ പവർ മോഡ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. ഫോൺ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സിസ്റ്റം എന്ന് പറഞ്ഞ മറ്റൊരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. റീസ്റ്റാർട്ട്, പവർ ഓഫ്, റീസെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. പിന്നെ എബൌട്ട് സെക്ഷനും ഇതിൽ കാണാനായിട്ട് പറ്റും. ഇതിൽ ഈ ഒരു ഗെയിംസിൻ്റെ ഓപ്ഷൻ കാണുമ്പോൾ പലർക്കും അത് ഓപ്പൺ ചെയ്ത് കാണാനുള്ള താല്പര്യം ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിലുള്ള ഗെയിംസ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഗെയിംസ് ആണ്, വലിയ ഗെയിംസ് ആണെന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ഓൾ 𝗕𝗂 പ്രോ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വാച്ച് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കിടിലൻ ഓഫേഴ്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. മാത്രമല്ല വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴിയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ടെലിഗ്രാമിൻ്റെയും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെയും ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.